എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. MS വേണുഗോപാലാണ് അന്ന് സംസാരിക്കാനുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ അങ്ങനെ നിലമ്പൂർ ആര് ഭരിക്കുമെന്നതിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. അത് ആര്യാടൻ ഷൗക്കത്താണെന്ന് മറുനാടൻ സർവേ പ്രഖ്യാപിച്ചിരുന്നു. സർവേ ഫലം അക്ഷരാർത്ഥത്തിൽ ശരിയാക്കിക്കൊണ്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. 11,000-ലധികം വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. M സ്വരാജ് തോറ്റു. PV അൻവർ മൂന്നാം സ്ഥാനത്തായി. NDA വോട്ട് എത്ര കിട്ടിയിരുന്നു അത്രയും തന്നെ നിലനിർത്തുകയും ചെയ്തു. എന്താണ് സാർ ഇലക്ഷൻ റിസൾട്ടിൽ ഉള്ളൊരു താങ്കളുടെ ഒരു ഒബ്സർവേഷൻ? ഇത് UDF വിജയമാണെന്ന് പറയാമെങ്കിലും UDFന്റെ ഒരു കാൽവയ്പ്പിനുള്ള ഒരു പരാജയം കൂടെയാണ്. ഇനിയുള്ള കാൽവയ്പ്പിനുള്ള ഒരു പരാജയം കൂടെയാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഇത് ഒരു റിലേ ആണെങ്കിൽ ഫസ്റ്റ് ലാപ്പിൽ നമ്മൾ എടുക്കേണ്ട ആ UDF എന്നുള്ള നിലയ്ക്ക് അവർക്ക് എടുക്കേണ്ട ഒരു ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിനി വരുന്ന ലാപ്പുകളിലെല്ലാം ബാധിക്കുകയും ഫൈനലിനെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 65,000 വോട്ട് കിട്ടിയതാണ്. PV അൻവർ കൂടെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ PV അൻവർ തന്നെ പറയുകയുണ്ടായി 27,000 വോട്ട്, അതായത് എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ 10 ഇരട്ടി വോട്ട്, 27,000 വോട്ട് ഞാൻ പിടിച്ചു നൽകും എന്നുള്ളത്. അതൊന്നും അവിടെ സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം പ്ലസ് UDF വോട്ടെന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരവും UDF വോട്ടും കൂടെ ചേർന്നാൽ ഈ മണ്ഡലം ഏതാണെന്ന് നോക്കണം. ഈ മണ്ഡലം എന്ന് പറയുന്നത് 140 മണ്ഡലങ്ങളിൽ UDFന് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ്. അൻവർ എന്ന ഒരു ഫാക്ടർ അവിടെ വന്നതുകൊണ്ടും അയാൾക്ക് വ്യക്തിപരമായി കുറേ വോട്ടുകൾ ഉള്ളത് കൊണ്ടാണ് 16-ലും 21-ലും ഈ മണ്ഡലം നഷ്ടപ്പെട്ടത്. 21-ലെ നഷ്ടമെന്ന് പറയുന്നത് വളരെ നേരിയ വോട്ടിനാണ്, 2,700 ചില്ലുവാന വോട്ടിനാണ് തോറ്റത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത്തവണ അൻവറും കൂടെ ഇത്രയും വോട്ട് പിടിച്ചപ്പോൾ തീർച്ചയായിട്ടും UDF അവരുടെ മുഴുവൻ വോട്ടുകളും പിടിച്ചില്ല, വിരുദ്ധ വികാരം ഒട്ടും പിടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം അൻവർ പിടിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം 20,000-ന് അടുപ്പിച്ച വോട്ടുകൾ, അദ്ദേഹത്തിന് 5,000 കിട്ടും, 7,000 കിട്ടും, മാക്സിമം 10,000 എന്നൊക്കെ പറഞ്ഞെങ്കിൽ 20,000-ന് അടുപ്പിച്ച വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. 19,964 എന്തോ ആണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്, അല്ലേ? വെറും 10-30 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ 20,000 ആകാൻ. അപ്പോൾ ആ 20,000 വോട്ട് പ്ലസ് UDFന്റെ ഇപ്പോൾ കിട്ടിയ 11,000 വോട്ട് ചേർത്താൽ 31,000-ന് മേൽ അങ്ങനെ തന്നെ കണക്ക് പ്രകാരം വോട്ട് കിട്ടേണ്ടതാണ്. ഇതിന് പുറമെ അൻവറെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ, ആ ഒരു എതിർപ്പും പ്രശ്നങ്ങളും ഇല്ലാതിരുന്നെങ്കിൽ, ഒറ്റ ഫോക്കസോടുകൂടി ഈ ഗവൺമെൻറ്റിനെതിരായി ഒരു ജനവിധിക്കായിട്ട് എല്ലാവർക്കും നീങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ലെങ്കിലും ഒരു 40,000 വോട്ടിൽ കുറയാത്ത ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുറപ്പുണ്ട്. മനസ്സിലാവുന്നു. പക്ഷേ അവിടെ ഒരു പ്രധാന കാര്യം, സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു M സ്വരാജിനെ നിർത്തിയിട്ട് പോലും എന്താ പറയുക, പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയപ്പെടുന്നൊരു ഇടതുപക്ഷ മുന്നണിയെ കാണുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിനെ UDF ഉപയോഗിച്ചില്ലെങ്കിൽ സ്വരാജ് കുറച്ചുകൂടി വോട്ട് പിടിക്കേണ്ടതല്ല. ഇത് 10,000+ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നതെന്ന് കൂടി നമുക്ക് ആ ഒരു രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, ഭരണവിരുദ്ധ വികാര വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഭരണവിരുദ്ധ വികാര വോട്ട് കിട്ടിയിട്ട് പോലും UDFന്റെ വോട്ട് ODFൽ നിർത്താൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ ഈ സ്വരാജിനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടും ഇത്ര വോട്ടിന്റെ കുറവ് വന്നത്. സ്വരാജ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വഴിക്കടവ് മുതൽ, അതായത് UDFന്റെ കോട്ടയായ വഴിക്കടവ് മുതൽ പോത്തുകാൽ ഉൾപ്പെടെ ഉള്ള പിന്നെ അതുപോലെ തന്നെ കരളായി പഞ്ചായത്ത് ഒക്കെ പിടിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒക്കെ LDFന്റെ കയ്യിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 3,000-4,000 ഏറിപ്പോയാൽ 5,000 വോട്ടിന് UDF ജയിക്കുള്ളൂ എന്ന് വിചാരിച്ചതല്ലേ. അപ്പോൾ അതെല്ലാം മാറിപ്പോയില്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും UDFന്റെ ഭരണവിരുദ്ധ വികാരം വോട്ട് കിട്ടി. പക്ഷേ UDFന്റെ വോട്ട് കിട്ടിയോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2 വോട്ടുകൾ ചേർന്നാണ് ഈ വിജയം ഉണ്ടാകാൻ പോകണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. UDFന്റെ വോട്ടുകൾ പ്ലസ് ഭരണവിരുദ്ധ വികാരം വോട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ 15,000-ന് അടുപ്പിച്ച വോട്ടിന് ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല അതിൽ കുറവ് വരികയാണെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്തമായിരിക്കും.
ആ പരാജയം ജയിച്ചാൽ അത് എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്തമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്നൊരു ചോദ്യചിഹ്നമായില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ ഇനി PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അവിടെ വരുന്നു. 20,000 അധികം അത്രത്തേക്ക് വോട്ടുകൾ 19,946 എന്നൊരു വോട്ട് നേടാൻ PV അൻവറിന് ഇപ്പോഴും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം ഒരു നിലമ്പൂരിൽ മാത്രമല്ല, അതൊരു രാഷ്ട്രീയ ഭാവിയിൽ കൂടി നോക്കുമ്പോൾ PV അൻവർ ഒരു ഫാക്ടറായിട്ട് വരുമോ? അതായത് ജനങ്ങൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ 2016 മുതലേ ഉണ്ട്. പക്ഷേ 2016 കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ അവസാനം വന്ന് ആ ഒരു ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു ജനസേവകൻ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കഴിഞ്ഞ തവണ 21 വോട്ട് ചെയ്തു. അങ്ങനെയാണ് 99 സീറ്റ് കിട്ടിയത്. പക്ഷേ 21 ശേഷം ഈ കണ്ണീരൊപ്പാനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓരോ ഭരണവിരുദ്ധ വികാരങ്ങളും ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് നമ്മളിപ്പോൾ അവസാനം കണ്ടത് ആശാവർക്കർമാരെയാണ്. അവർക്ക് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാരാണ് കണ്ടത്, അല്ലേ? അതേസമയം PSC മെമ്പർമാരുടെ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നു, ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, അവർക്ക് പെൻഷനും അവർക്ക് സർക്കാർ സർവീസ് പെൻഷനും ഈ പെൻഷനും കൂടെ കൂട്ടിച്ചേർത്ത് വേണമെങ്കിലും വാങ്ങിക്കാമെന്നുള്ള അവസ്ഥ വരുന്നു. കുറേ അധികം ക്യാബിനറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരുന്നു. എന്നിട്ടും പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ പെൻഷൻ നൽകാൻ കഴിയുന്നില്ല. മറി കൂട്ടിച്ചേർത്തിയപ്പോലുള്ളവരൊക്കെ എത്ര പ്രാവശ്യം കരഞ്ഞു. അപ്പോൾ ഇവിടെ പ്രതിപക്ഷമില്ലാതായിപ്പോയി എന്നുള്ളതാണ് കഷ്ടം. ആ പ്രതിപക്ഷമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ പ്രശ്നമുണ്ടായത്. പക്ഷേ അൻവർ വന്നപ്പോൾ, അൻവർ വെറും 6 മാസത്തോളം ആയുള്ളൂ ഈ ബഹളം തുടങ്ങിയിട്ട്. അൻവർ വന്നപ്പോൾ എന്തോ ഒരു പ്രതിപക്ഷമുള്ളതുപോലെ ജനങ്ങൾക്ക് തോന്നി. കടുവ പിടികൂടിയാലും അൻവർ അവിടെ ശബ്ദമായിരുന്നു. പൂരത്തിന് പൂരം കലങ്ങി അവിടെ പിന്നെ RSSൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാലും അൻവർ അവിടെ ശബ്ദമുയർത്തുന്നു. അപ്പോൾ അൻവറിൻ്റെ ശബ്ദം ജനങ്ങൾ പ്രതീക്ഷിച്ച ഏതോ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോഴും അൻവറിന് ഇത്രയും വോട്ട് കിട്ടിയത്. അവിടെ ശക്തമായ ഇലക്ഷനായിരുന്നു. വീടാന്തരം കയറി LDFും UDFും വോട്ട് പിടിക്കുകയായിരുന്നു. അൻവർ ചാരികസേരയിട്ട് വീട്ടിൻ്റെ നടയിൽ ഇരുന്നതേ ഉള്ളൂ. ഇലക്ഷന് പോലും പ്രോപ്പറായിട്ട് പങ്കെടുത്തില്ല. എന്നിട്ടാണ് ഈ വോട്ട് പിടിച്ചത്. അദ്ദേഹം അവസാനത്തെ ഒരു ദിവസമാണ് ആ മണ്ഡലത്തിലൊന്ന് കറങ്ങിയത്. ബാക്കി മുഴുവൻ വീട്ടിൽ കസേരയിട്ടിരിക്കുകയായിരുന്നു. എനിക്കുള്ള വോട്ട് എനിക്ക് വരുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ വോട്ട് എങ്ങനെ വന്നു? ജനങ്ങൾ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷ അദ്ദേഹം അർപ്പിച്ചത് രാഷ്ട്രീയ ഭാവി ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അൻവർ അല്ലെങ്കിൽ അൻവറിനെ പോലെ കടുകിട വ്യത്യാസമില്ലാതെ റോഡിലിറങ്ങി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു നേതാവ് UDFൽ ഉണ്ടായാൽ അയാൾക്കും ഭാവിയുണ്ട്. അൻവറിനെ പോലെ ഒരാൾ നിൽക്കുമെങ്കിൽ അൻവറിനും ഭാവിയുണ്ട്. അൻവറിൻ്റെ ഭാവി എന്ന് പറയുന്നത് അൻവർ ഉയർത്തിയ ആ കാഹളം ഇതുവരെ UDFൽ ഒരാളിൽ നിന്നും കേട്ടില്ല എന്നുള്ളതാണ് സത്യം. 2016 മുതൽ 2019 വരെ രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോഴും കേട്ടില്ല. രമേശ് ചെന്നിത്തല ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് പത്രപ്രസ്താവനകൾ നടത്തി, അസംബ്ലിയിൽ ഒരുപാട് ബഹളം വെച്ചു. പക്ഷേ അത് ജനങ്ങൾ കേൾക്കുകയില്ല. ജനങ്ങളോടൊപ്പം നിൽക്കുന്നതാര് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നാം കാണേണ്ടത് 15 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ജനങ്ങളോടൊപ്പം 90+ വയസ്സിലും പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് നിന്നു എന്നുള്ളതാണ്. 15 വർഷമാണ് അദ്ദേഹം നിന്നത്. മതികെട്ടാൻ മലയിൽ ഈ 90ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പം അദ്ദേഹം മോളിൽ കയറി അവിടുത്തെ പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രശ്നം പറയാൻ. 51 വെട്ടുവെട്ടിയ ചന്ദ്രശേഖരൻ്റെ വീട്ടിലും അദ്ദേഹം പോയി. അപ്പോൾ എവിടെയും ജനങ്ങൾ എന്ത് പ്രശ്നം നേരിടുന്നോ അവിടെ ഞാനുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് തോന്നിപ്പിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് തോന്നുക ഒരു ആൾട്ടർനേറ്റീവ് ഇവിടെ ഉണ്ട്, മറ്റേ ആൾ പോയാൽ ഇയാളെ എനിക്ക് സ്വീകരിക്കാം മുഖ്യമന്ത്രിയായി എന്ന്. ആ ഒരു ശക്തി ഇപ്പോൾ UDFലെ ഒരു നേതാവിനും ഇല്ല എന്നുള്ളതാണ്. കെ കരുണാകരൻ്റെയൊക്കെ പ്രത്യേകത ഏതാണ്? ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത ഏതാണ്? ഇവൻ AK ആൻ്റണിക്ക് പോലും AK ആൻ്റണി മിണ്ടാതിരിക്കും. പക്ഷേ ഇലക്ഷൻ വരുന്നതിന് 6 മാസം പൈശാചികമായി, ക്രൂരമായി, മൃഗീയമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റോഡിലിറങ്ങും. എല്ലാ മണ്ഡലത്തിലും അദ്ദേഹം കറങ്ങും. തീരദേശം മുഴുവൻ തൂത്തുപറക്കും. മധ്യ തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂറിൽ എല്ലാം അദ്ദേഹം കറങ്ങും. അദ്ദേഹത്തിന് അല്പം വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മലബാറിൽ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കവറും ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു ശൈലിയിലുള്ള ഒരു നേതാവ് ഇപ്പോൾ UDFൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിപത്ത്. ഇപ്പം NDAയുടെ ഒരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 8,562 വോട്ട് എന്നുള്ളൊരു ചെറിയ ഇതില്ലേ, അത് അവരുടെ വോട്ടാണ്.
ആ വോട്ടുകൾ മറിഞ്ഞിട്ടുമില്ല, ആ വോട്ട് അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ എന്താണ്? അല്ല, ബി ജെ പിയുടെ വോട്ട് മുഴുവൻ ബി ജെ പി കിട്ടിയിട്ടില്ല. കാരണം ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തിയപ്പോൾ അവർ 8000 ചില്ലാനം വോട്ട് നിന്നാൽ പോരാ, കുറെ കൂടെ വോട്ട് പിടിക്കേണ്ടതായിരുന്നു. അതവർ പിടിച്ചിട്ടില്ല. അത് കുറച്ച് UDF പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 10,000 പുറത്തെങ്കിലും വരേണ്ടതാണ്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. ആളുകൾ വോട്ട് വേസ്റ്റാക്കാൻ തയ്യാറാവില്ല. രണ്ട് മുന്നണികൾ കടുകിട വ്യത്യാസമില്ലാതെ ഒരുപോലെ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം ഇയാൾക്ക് കൊടുക്കണോ അയാൾക്ക് കൊടുക്കണോ എന്ന് കവിഞ്ഞൊരു ചിന്ത ജനങ്ങൾക്ക് വരില്ല. പക്ഷെ അവിടെ 20,000 വോട്ട് അൻവർ പിടിച്ചു എന്ന് പറയുമ്പോഴാണ് അങ്ങനെയും വേസ്റ്റാക്കാൻ 20,000 പേരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം അൻവർ UDF കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 20,000 40,000 ഉയരുമായിരുന്നു. അവിടെയാണ് UDF ഭൂരിപക്ഷം ഞാൻ പറഞ്ഞ് 30-40 ഒക്കെ ആയിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. കണക്കില്ലാതെ പറയുന്നതല്ല, മനസ്സിലായി. ഞാൻ ഈ കണക്ക് വെച്ചാണ് പറയുന്നത്. സാർ, എൻ്റെ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ UDF ഒരു നല്ല പ്രതിപക്ഷ നിരയില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു പ്രൊഫൈലിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ളൊരു ആ ഒരു ശബ്ദം ഉയർത്താനുള്ള ഒരാളില്ല എന്ന് പറയുന്ന താങ്കളോടാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുമോ അതോ ഭരണം UDF കൊടുക്കുമോ? ഇനി വരുന്ന ദിവസങ്ങളിൽ UDF വളരെ വളരെ സൂക്ഷിച്ച് നീങ്ങേണ്ടതാണ്. ഞാൻ ഈ അൻവറിന്റെ പ്രശ്നം വന്നപ്പോൾ അന്നേ ഈ ചാനലിലും ഞാൻ പറഞ്ഞു, അൻവറിനെ വെറുതെ വിടരുത്. അൻവർ എന്ത് ബഹളം ഉണ്ടാക്കിയാലും അദ്ദേഹത്തിനെ കൂടെ നിർത്തേണ്ടതായിരുന്നു. ഞാനന്ന് പറഞ്ഞു, കെ കരുണാകരനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ അൻവറിന്റെ വീട്ടിൽ അന്ന് പോകും. ഒരു വിധത്തിലും താങ്കൾ വിഷമിക്കേണ്ട, താങ്കളെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയിരിക്കും, താങ്കളെപ്പോൾ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുമായിരുന്നു. ഒരുപക്ഷേ ആര്യാടൻ ഷൗക്കത്തിനോട് പോലും പറഞ്ഞതിന് ഇപ്പം മോനൊന്ന് മാറി നിൽക്ക്, ഞാനിപ്പോൾ അൻവറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ്, അൻവർ ജയിച്ച് അസംബ്ലിയിൽ വന്ന് പിണറായി വിജയനെതിരെ പോരടിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയാൻ കെ കരുണാകരൻ തയ്യാറായന്. ഇവിടെ അതൊന്നും വേണ്ടായിരുന്നു. അൻവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അൻവറിനും കൂടെ താല്പര്യമുള്ളൊരു കാൻഡിഡേറ്റ്, അതും നടക്കില്ലെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇദ്ദേഹത്തിനെ UDF എടുത്തെന്നോ അല്ലെങ്കിൽ UDF അസോസിയേറ്റ് മെമ്പർ ആക്കിയെന്നോ ഒറ്റ സ്പോട്ടിൽ പറഞ്ഞിരുന്നെങ്കിലും അൻവർ ഒതുങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ VD സതീശൻ അതോടുകൂടി ഒരു സ്റ്റാർ ഫിഗറായി മാറിയില്ലേ സാർ? അതായത് കൃത്യമായൊരു നിലപാടെടുത്ത് PV അൻവറിനെ പോലെ ഈ രാഷ്ട്രീയത്തിൽ ഈ ഭീഷണി രാഷ്ട്രീയം മുഴക്കുന്ന ഒരാളെ അങ്ങനെ താങ്ങി നടക്കേണ്ട ഒരു ആവശ്യമുണ്ടോ UDF? അതൊരു വീണ്ടും ഒരു ബാധ്യതയിലേക്ക് പോവുകയല്ലേ ചെയ്യുക? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോർമുഖത്ത് നിൽക്കുമ്പോൾ എവിടെയാണ് ആസന്നമായി നിൽക്കുന്ന യുദ്ധം? ആ യുദ്ധത്തിൽ പിണറായി വിജയനെ പോലെ ഒരു ആജാന ബാഹു നമ്മളോട് മത്സരിക്കാൻ വരുന്നു. അവിടെ ഏതാണ്ട് അതേ രീതിയിൽ ഒരു ഘടോൽക്കജനെ പോലെ ഒരാൾ മുന്നോട്ടിറങ്ങുമ്പോൾ അയാളുടെ സൗന്ദര്യവും അയാളുടെ വാക്കിൻ്റെ ഭംഗിയും അല്ല നോക്കേണ്ടത്. ഇപ്പം പോയി അംഗം വെട്ടുക, അത് ശ്രീകൃഷ്ണൻ എടുത്ത അടവാണ് മഹാഭാരതത്തിൽ. ഇപ്പം താൻ പോയി അംഗം വെട്ടുക. ആര്? കർണനോട് അംഗം വെട്ടാൻ അങ്ങ് ചാടിക്കയറി ചെന്നു. ഉള്ളതിനെല്ലാം തൂത്തെറിഞ്ഞ് സിംഹാസന രഥങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇയാളങ്ങ് മുന്നിൽ കയറി. അവസാനം കർണൻ്റെ മുമ്പിൽ ചെന്നപ്പം അമ്പ ഇത് താഴെ ഇട്ടു കടവുൽക്കത്തിനെ. അതെന്തോ ആവട്ടെ, പക്ഷേ അത് ഉപയോഗിക്കാൻ ഒരു നേതാവ്, ശ്രീകൃഷ്ണൻ എന്നുള്ളൊരു നേതാവിന് അറിയാമായിരുന്നു ഇയാളെ ഇപ്പോൾ വിട്ടില്ലെങ്കിൽ കർണൻ്റെ മർമ്മപ്രധാനമായ അമ്പ് അർജുനെ അടിക്കും. അതുകൊണ്ട് ഇയാളുടെ ആവേശത്തിന് ഇയാൾ കയറിപ്പോട്ടെ. അങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കണം. അത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്, ഒരു നേതൃത്വത്തിന് വളരെ പ്രധാനമാണ്. ആ മർമ്മം UDF മറന്നു, അല്ലെങ്കിൽ VD സതീശൻ മറന്നു. അപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ സന്തോഷിക്കേണ്ടതില്ലെന്നാണോ? തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ സന്തോഷിക്കേണ്ടതുണ്ട്. എന്ത് കാരണമെന്ന് വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം ഏതാണ്ടൊരു 30 വർഷത്തിൽ കൂടുതലായിട്ട് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നയാളാണ്. 50 വർഷത്തിൽ കൂടുതൽ നിറഞ്ഞു നിന്നു. പക്ഷേ MLA ആയിട്ട് പോലും അദ്ദേഹം അത്രയും നാൾ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഷൗക്കത്ത് ഇപ്പോൾ രക്ഷപ്പെട്ടത്. കാരണം അല്ലെങ്കിൽ അൻവറിന് ഇതിലും കൂടുതൽ വോട്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വരാജിനെ പോലൊരു കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനും കുറേ കൂടെ വോട്ട് വന്നേനെ. CPM പ്രതീക്ഷിച്ച അതാണ്, തങ്ങളുടെ പാർട്ടി വോട്ട് മുഴുവൻ പിടിച്ചു നിർത്തുക, പ്ലസ് സ്വരാജ് എന്നുള്ള ആ വ്യക്തിയുടെ, ആ ചെറുപ്പക്കാരൻ്റെ ആ വാക്ചാതുരിയുടെ ഒക്കെ കുറേ ബെനിഫിറ്റ് പാർട്ടിക്ക് കിട്ടണം. അങ്ങനെ രണ്ടും കൂടെ വരുമ്പോൾ ഒരുപക്ഷേ അൻവർ കുറേ വോട്ട് പിടിക്കുകയും BJP വോട്ട് പിടിക്കുകയും, അല്ലെങ്കിൽ BJP ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കുകയും, അത് UDF പോകേണ്ട വോട്ടാണ് ക്രിസ്ത്യൻ വോട്ട്, അതെല്ലാം പിടിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഷൗക്കത്ത് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയോ ചെയ്തേനെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആര്യാടൻ്റെ വിജയം മോശമെന്ന് ഞാൻ പറയില്ല. ആര്യാടന് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ
നേടാവുന്ന വലിയ നേട്ടം തന്നെയാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നിൽ നിന്ന് കുത്തിയില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷൻ സൂചിപ്പിക്കുന്നത്. അതെ, ലീഗിന് തീർച്ചയായിട്ടും പൂർണ്ണമായ അർത്ഥത്തിൽ ലീഗിന്റെ ക്രെഡിബിലിറ്റി അതാണ് ഈ ഭൂരിപക്ഷത്തിന് കാരണം. അല്ലാതെ UDFന്റെ ഒരു ഒറ്റക്കെട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ശക്തിയോ അല്ല, ലീഗിന്റെ നിർണായകമായ പിന്തുണയാണ് കാരണം. എന്ത് വന്നാലും ശരി നമ്മളെല്ലാവരും നമ്മളെ ഉദ്ദേശ ചിഹ്നത്തിൽ കുത്തണം എന്ന് പറഞ്ഞത് ഏതാണ്ട് നടന്നു. വഴിക്കടവിൽ ഉൾപ്പെടെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് അൻവറിനാണ് പോയത്, സ്വരാജിനല്ല പോയത്. അതുകൊണ്ട് വലിയ ക്ഷീണം വന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും. എന്തായാലും നിലമ്പൂരാൻ ആര് എന്ന ചോദ്യത്തിന് അത് ആര്യാടൻ ഷൗക്കത്താണെന്ന് ജനം വിധി എഴുതിയിരിക്കുന്നു. അത് ഭരണവിരുദ്ധ വികാരം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഒരു ക്യാപ്സൂൾ ഇറക്കി രക്ഷപ്പെടുത്തിയിരുന്നു. അത് സിറ്റിംഗ് സീറ്റാണ്, UDFന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് ജനവികാരം എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ക്യാപ്സൂളൊക്കെ ഇറക്കിയിരുന്നു. എന്നാലും നിലമ്പൂരിൽ പൂമരമാണ് അവിടെ തോറ്റുപോയത്. അതാണ് സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. പൂമരം എന്നാണ് പറഞ്ഞിരുന്നത് സ്വരാജിനെ. അപ്പൊ പൂമരം പൂക്കൾ പൊഴിച്ചവിടെ വീണപൂവായി നിൽക്കുകയാണ്. അതാണ്. എന്തായാലും നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങളൊക്കെ കാണാൻ സാധിക്കും. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഇതേ ഒരു സ്പോർട്ട്മാൻ സ്പിരിറ്റിൽ, രാഷ്ട്രീയക്കാരൻ ഒരു സ്പോർട്ട്മാൻ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത തെരഞ്ഞെടുപ്പിൽ, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ UDFന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കും. അത് ഉണ്ടാവട്ടെ, രാഷ്ട്രീയ പക്വത UDF കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.